എല്ലാവർക്കും നമസ്കാരം. ആർക്കാണ് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടാത്തതല്ലേ? ഞങ്ങൾ മീഷോന്നും കടകളിൽ നിന്നുമായിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കുറച്ചായിട്ട് നമുക്ക് കാണാം. ആദ്യത്തെ മീഷോ എടുത്ത ടോപ്പ് തന്നെ ആയിക്കോട്ടെ അല്ലേ. ഇതൊരു ബ്ലാക്ക് കളർ ഷോർട്ട് കുർത്തിയാണ്. ഇത് കോട്ടൺ മെറ്റീരിയലാണ്. അതിൻ്റെ നടുക്ക് ഫ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട്. കോളർ ടൈപ്പാണ്. ബട്ടൺസ് ഉണ്ട്, 4 ബട്ടൺസ് ഉണ്ട്. നമുക്കത് റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ആൻഡ് ഇത് മുട്ടിന് കുറച്ച് മേലെയാണ് എൻ്റെ കൈ വരുന്നത്. അതിൻ്റെ താഴെ നോട്ടുണ്ട്. ഡ്രസ്സിൻ്റെ താഴെ കുഞ്ചലൻസ് ഉണ്ട്. അതിൻ്റെ നല്ല ജീൻസിൻ്റെയോ ജെഗിൻസിൻ്റെയോ ലെഗിൻസിൻ്റെയോ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടോപ്പാണ്. സൂപ്പർ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ടോപ്പാണ്. രണ്ടാമത് എടുത്തത് എന്തും ഒരു ഷോർട്ട് കുർത്തി തന്നെയാണ്. അത് കോളർ വിത്ത് വീനെക്കാണ്. ഇതും ഒരു കൈൻഡ് ഓഫ് കോട്ടൺ മെറ്റീരിയലാണ്. പക്ഷേ ഇത് ഫുൾ ഹാൻഡാണ്. കൈൻ്റെ അവസാനം നമുക്ക് എലാസ്റ്റിക് വരുന്നുണ്ട്. അതിന് നടുക്ക് ഫ്രില്ല് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീനെക്ക് പാറ്റേൺ ആണ്. അപ്പോൾ ഇതും നമുക്ക് ജീൻസ്, ലെഗിൻസ്, ജെഗിൻസ് അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എടുത്തേക്കുന്ന ഒരു ലോങ് കുർത്തിയാണ്. ഇതിൻ്റെ സൈഡിൽ പ്രിൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രിൻസൊക്കെ വാഷ് ചെയ്താൽ പോകുമോ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റിവ്യൂ പറയാം. ആൻഡ് ഇതൊരു ഷോർട്ട് ഹാൻഡാണ്. അപ്പോൾ അതിൻ്റെ 2 കൈയിലും നമുക്ക് ഈ യൂണിഫോമിനൊക്കെ വരുന്ന പോലത്തെ ഒരു ക്ലിപ്പിംഗ് വരുന്നുണ്ട്. പക്ഷേ അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇത് നമുക്ക് ഓഫീസ് വെയർ, കോളേജ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ലെഗിൻസിനൊക്കെ പറ്റും. പോക്കറ്റ് പാൻസ് അവോയ്ഡ് ചെയ്യാം. ഫുൾ കവേർഡാണ്. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഒരു ക്വാഡ് സെറ്റാണ്. അപ്പോൾ പാൻറ്റും ടോപ്പും സെറ്റാണ്. അതിൻ്റെ കൈ കുറച്ച് പഫാണ്. അടിയിൽ ഫ്രില്ലുണ്ട്, എലാസ്റ്റിക്കാണ്. ആൻഡ് അതിൻ്റെ നടുക്കും ഒന്ന് ഫ്രിൽ വിത്ത് എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു പോളിസ്റ്റർ മെറ്റീരിയലാണ്. നമുക്ക് വെയിൽ കാലത്തൊന്നും ഇടാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി വെയിൽ കാലത്ത് പറ്റില്ല. മഴക്കാലത്താണെങ്കിൽ നമുക്ക് കഴുകി ഉണങ്ങുന്ന ഒരു മെറ്റീരിയലാണ്. നന്നായി വേഗം ഉണങ്ങുകയും ചെയ്യും. എനിക്ക് കാരണം തുണികൾ തിരുമ്പി കഴിഞ്ഞാൽ അപ്പം ഉണങ്ങണം. അപ്പോൾ ഈ മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ വെയിൽ കാലത്ത് ഇടാൻ പറ്റില്ല. ആൻഡ് 1 സൈഡ് പോക്കറ്റഡ് പാൻറ്റാണ്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഫോണോ കുറച്ച് പൈസയൊക്കെ ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന അപ്പോഴൊക്കെ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എടുത്തേക്കുന്ന ഒരു പാൻറ് ടോപ്പ് സെറ്റാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഓഫീസ് വെയർ, കോളേജ് വെയറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് 3/4 ഹാൻഡാണ്. 2 പോക്കറ്റ് ഉണ്ട് പാൻറ്റിൽ. അപ്പോൾ അത്യാവശ്യം നമ്മൾ കടയ്ക്കൊക്കെ പോകുമ്പോൾ ചെറിയ സ്ലിംഗ് ബാഗ്സൊക്കെ അവോയ്ഡ് ചെയ്ത് പോക്കറ്റിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പാൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് വൈറ്റാണ്. നമുക്ക് നിഴലടിക്കില്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതും ഒരു സൂപ്പർ കംഫർട്ടബിൾ ഡ്രസ്സ് തന്നെയാണ്. ഇതാണ് നമ്മൾ മീഷോന്ന് എടുത്തേക്കുന്ന ലാസ്റ്റ് പർച്ചേസ്. ഇതൊരു കോട്ട് സെറ്റ് തന്നെയാണ്. പക്ഷേ ഈ കോട്ട് സെറ്റിൽ നമുക്ക് കോട്ടും പാൻറ്റും ആണ് വരുന്നത്. ഉള്ളിലിട്ടേക്കുന്ന ഇന്നറും മീഷോന്ന് തന്നെ എടുത്തേക്കുന്നതാണ്. ഇന്നർ വന്ന് 1+1 ആണ്. നമ്മൾ മീഷോന്ന് എടുത്ത ഒരു ബ്ലാക്കും ഒരു വൈറ്റുമാണ്. അപ്പോൾ ഈ ഡ്രസ്സിന് നമുക്ക് വൈറ്റാണ് പെയർ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് വൈറ്റ് പെയർ ചെയ്തു. ഇതും ഒരു ക്വാർട്ടർ സ്ലീവ്സ് ഹാൻഡാണ്. പാൻറ്റിൻ്റെ 2 പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതും നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി മേടിച്ചൊരു സൂപ്പർ കംഫർട്ടബിൾ ഡ്രസ്സ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ മീഷോ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് നമ്മളിപ്പോൾ കടകളിലേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇത് മണ്ണുത്തിയിലെ തിരുപ്പൂർ കളക്ഷൻസ് എന്നുള്ളൊരു കടയിൽ നിന്ന് എടുത്താണ്. അവിടെയാണ് നമ്മൾ ഡെയിലി വെയർസൊക്കെ മേടിക്കുക. അപ്പോൾ അവിടെ പുതിയതായിട്ട് അവർ കുർത്തീസ് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഈ മെറ്റീരിയലിനെ പറയുന്നത് പോപ്കോൺ മെറ്റീരിയൽ എന്നാണ്. ഇത് ക്വാർട്ടർ സ്ലീവ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓഫീസ് വെയർ, കോളേജ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും നമ്മളൊരു ഓഫീസ് വെയർ ഞാൻ മേടിച്ചേക്കുന്നത് ഒരു റോസ് കളർ കുർത്തിയാണ്. അതിൻ്റെ നെക്കിൽ നമ്മൾ ചെറുതായിട്ടൊരു സ്റ്റോൺ വർക്ക്സ് ആണ് വെച്ചേക്കുന്നത്. സ്റ്റോൺസ് പൊളിഞ്ഞു പോകാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മളത് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് കോളേജ് വെയർ, ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ജെഗിൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. ടോപ്പുകളായി നമ്മൾ മേടിച്ചതിൽ ഇതാണ് അവസാനത്തെ ടോപ്പ്. ഇത് നമ്മൾ കല്യാണിൻ്റെ ഫെസിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ നെക്ക് സൈഡിൽ വന്ന് എലാസ്റ്റിക് വരുന്നുണ്ട്. പഫ് കൈ ആണ്. അതിൻ്റെ താഴെ എലാസ്റ്റിക് ഉണ്ട്. അരഭാഗത്ത് എലാസ്റ്റിക് ഉണ്ട്. ആൻഡ് കഴുത്തിൻ്റെ അവിടെ ചെറുതായിട്ടൊരു നോട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കാലൊക്കെ നനയാതിരിക്കാൻ, ഡ്രസ്സ് നനയാതിരിക്കാൻ വേണ്ടിയൊക്കെ ഇടാൻ പറ്റും. ആൻഡ് ഇത് നമുക്ക് ലെഗിൻസ്, ജെഗിൻസ്, ജീൻസ്, ഷോർട്ട്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നന്നായി ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ്. ഇപ്പോൾ മേടിച്ചിരിക്കുന്ന എല്ലാ ഡ്രസ്സും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്. ആൻഡ് പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിങ്ങിൽ ഉൾപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ പാൻറ്റുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സിഗരറ്റ് ബോട്ടമാണ്. ഇതിൻ്റെ 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. ആൻഡ് പാൻറ്റിൻ്റെ താഴെ ബീഡ്സ് ഉണ്ട്. വീക്കട്ടാണ്. അത് നോർമൽ ഒരു സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മേടിച്ച ഏതെങ്കിലും ഒരു ഡ്രസ്സിന് പെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് വേണ്ടി മേടിച്ചിരിക്കുന്ന ഒരു ഡ്രസ്സാണ്. ഇത് മണ്ണുത്തിയിലുള്ള ടോപ്പുകളൊക്കെ മേടിച്ച കടയിൽ നിന്ന് തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഷോർട്ട്സ് നമ്മൾ എടുത്തേക്കുന്ന പുതുക്കാട് എന്നുള്ളൊരു കടയിൽ നിന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഫെസിയോ എന്ന് മേടിച്ച ഡ്രസ്സിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി പെയർ ചെയ്യാൻ വേണ്ടി മേടിച്ചൊരു ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഇതും നല്ലൊരു കംഫർട്ടബിൾ ഡ്രസ്സാണ്.
പിന്നെ നമ്മളൊരു റെഡിമെയ്ഡ് ബ്ലൗസാണ് മേടിച്ചത്. ഒരു ഡിസൈനർ സാരി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബ്ലൗസ് വെട്ടി തയ്ക്കുന്നതിന് പകരം നമ്മളിങ്ങനൊരു റെഡിമെയ്ഡ് ബ്ലൗസ് മേടിച്ചാൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു XXL സൈസ് വരെ പോകുന്നൊരു ഡ്രസ്സ് തന്നെയാണ്. സൂപ്പർ കംഫർട്ടബിൾ ഇലാസ്റ്റിക് ആണ്. ആൻഡ് ഇതിൻ്റെ കൈയും പഫാണ്. അതിൻ്റെ തലയിൽ താഴെ ഒരു എലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഇതൊന്നൊരു നല്ലൊരു ബ്ലൗസായിരുന്നു. പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്തത് ജെൻസ് വെയർ ആണ്. 2-3 ബർമോഡയും 2-3 ടീഷർട്ട്സുമാണ് നമ്മളെടുത്തത്. അപ്പോൾ ഇതൊരു 2 ഷോർട്ട്സ് എടുത്തു. അപ്പോൾ നമ്മൾ ഈ മേടിച്ചേക്കുന്ന എല്ലാം മണ്ണുത്തിയിലത്തെ തിരുപ്പൂർ കളക്ഷനിൽ നിന്നാണ്. അപ്പോൾ പിന്നെ ടീഷർട്ട് എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ ടീഷർട്ട് എടുത്തു, പിന്നെ ഒരു റെഡ് വൈറ്റ് സ്ട്രൈപ്സ് എടുത്തു, പിന്നെ ഒരു യെല്ലോ കളർ ടീഷർട്ട്സ് എടുത്തു. ആൻഡ് എത്ര ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ്. അപ്പോൾ ഇതൊക്കെ മേടിച്ചേക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, ചേച്ചി ഗൾഫിൽ പോകുമ്പോൾ ചേച്ചിക്കും ചേട്ടനും വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആയിരുന്നു നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ, എൻ്റെ ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. Until the next time, it is Tata and bye-bye from me.